ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നസീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു മിറർ ഗ്ലേസ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്ന മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. കൂടാതെ അതിനടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ അടിപൊളി മിറർ ഗ്ലേസ് കേക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു സ്റ്റെയിനർ വെച്ചിട്ട് നമുക്ക് മൈദ അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് മൈദ അരിച്ചെടുക്കണം. അതിലോട്ട് 1/4 കപ്പ് മൈദയും 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ഇടുക. അതിലോട്ട് ഒരു പിഞ്ച് ഉപ്പിടണം. 1/4 ടീസ്പൂൺ ഉപ്പ് മതി. ഒരു ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. 1/2 ടീസ്പൂൺ ഓറഞ്ച് തൊലി മതി. എല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കണം. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തത്. ഞാൻ 1/2 കിലോ വരുന്ന കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 മുട്ടയാണ് വേണ്ടത്. അതിലോട്ട് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട്. പൊടിക്കാതെയും നിങ്ങൾക്ക് ചേർക്കാം. ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയും ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം. ആ മുട്ടയുടെ മഞ്ഞ കളറൊക്കെ മാറി വൈറ്റ് കളർ ആവുന്നവരെ ബീറ്റ് ചെയ്യണം. നല്ലൊരു ക്രീം പരുവത്തിലായി വരും ഇത്. അതുവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് കിട്ടണം. ഇനി അതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കും. ഒന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മതി. ഇനി അതിലോട്ട് 1/4 കപ്പ് ഓയിൽ ചേർക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ അരിച്ചു വെച്ച മൈദയുടെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർക്കണം. എല്ലാം കൂടെ ഒന്നിച്ച് ചേർക്കരുത്. എന്നിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അതിലോട്ട് 1/4 കപ്പ് പാൽ ആവശ്യമുണ്ട്. ചെറു ചൂടുള്ള പാലാണ് വേണ്ടത്. പാൽ ഒന്നിച്ച് ഒഴിക്കേണ്ട. കുറച്ച് മൈദ ഇട്ടിട്ട് പിന്നെ കുറച്ച് പാൽ ഒഴിക്കുക. അങ്ങനെ ബാച്ചായിട്ട് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് മൈദ ഇടാം, പിന്നെ കുറച്ച് പാൽ. ആ രീതിയിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓവർ മിക്സ് ചെയ്യരുത്. പതിയെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടത്. ഓവർ മിക്സ് ആകുമ്പോൾ കേക്കിന് അത്ര സോഫ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ശരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുക. അതിന് മുകളിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിന് മുകളിൽ നമ്മളുടെ കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓവനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കുക്കറിൽ വെച്ചിട്ടോ ഒക്കെ ചെയ്യാം. ഞാൻ നോൺ സ്റ്റിക്ക് പാനിലാണ് ചെയ്യുന്നത്. നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ബബിൾസൊക്കെ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്കിതൊരു 30 to 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. 30 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ട് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയതാണ്. നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് ക്രീമാണ് എടുക്കുന്നത്.
നിങ്ങൾക്ക് എത്രയാണോ കുറച്ച് കൂടുതൽ ക്രീമാണ് ആവശ്യമെങ്കിൽ കൂടുതൽ എടുക്കാം. ഇനി അതിലോട്ട് 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് സ്റ്റിഫായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് സ്റ്റിഫാകുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ക്രീം എടുക്കുമ്പോൾ എപ്പോഴും നന്നായി തണുത്ത ക്രീം എടുക്കരുത്. നമ്മൾ ഫ്രീസറിൽ നിന്നും 1 മണിക്കൂർ മുമ്പ് ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് വേണം നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് മെൽറ്റായി പോകും. ഇപ്പം നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് കിട്ടണം. ക്രീം നല്ല സ്റ്റിഫായിട്ട് കിട്ടണം. ഇനി ഇതൊരു 15 മിനിറ്റും കൂടെ ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് ഇതിന് വേണ്ട ഷുഗർ സിറപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിലോട്ട് ഒരു ചെറിയ പീസ് സിനമൺ ഇടുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണത്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഷുഗറൊന്ന് മെൽറ്റായാൽ മതി. അതുവരെ ഒന്ന് തിളപ്പിക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് തേച്ച് കൊടുക്കാം. നന്നായിട്ട് ഷുഗർ സിറപ്പ് തേക്കണം, അല്ലെങ്കിൽ കേക്ക് ഹാർഡായി വരും. എന്നാലും ഓവറായിട്ട് തേക്കുകയും ചെയ്യരുത്. ഓവറായി കഴിഞ്ഞാൽ ഒരു വെള്ളം പോലെ തോന്നും കേക്ക്. ഒരു ആവശ്യത്തിന് തേച്ച് കൊടുക്കാം. ഞാൻ മുകളിൽ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ക്രീം ആഡ് ചെയ്യാം. നെക്സ്റ്റ് ലെയർ വെക്കാം. അതിന് മുകളിൽ ഷുഗർ സിറപ്പ് തേച്ചതിന് ശേഷം ക്രീം കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിലോട്ട് വെക്കണം. ഫ്രീസറിൽ വെക്കണം, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു 2 മണിക്കൂർ മിനിമം വെക്കണം. ഇനി നമുക്ക് വേണ്ട ഗ്ലേസ് തയ്യാറാക്കണം. അതിന് ഒരു ബൗളിലോട്ട് 1 ടേബിൾ സ്പൂൺ ജലാറ്റിൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിക്കണം. ഗ്ലേസ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും അളവ് കൃത്യമായിരിക്കണം, അല്ലെങ്കിൽ ഗ്ലേസ് കറക്റ്റായിട്ട് വരില്ല. ചിലപ്പം ഓവറായിട്ട് ലൂസാവും, അല്ലെങ്കിൽ ടൈറ്റ് ആവും. നമ്മൾ അളവ് കറക്റ്റായിരിക്കണം. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. അതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് 1/2 കപ്പ് ഒഴിക്കണം. പിന്നെ വേണ്ടത് വെള്ളമാണ്. 1/2 കപ്പ് വെള്ളം കൂടെയാണ് ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനിയത് അടുപ്പിൽ വെച്ചിട്ട് ചെറിയ ചൂടിൽ തിളപ്പിക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. കുറുകി വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച് ജലാറ്റിന് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ജലാറ്റിനെല്ലാം അതിൽ മിക്സായി വന്നിട്ടുണ്ട്. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിച്ചു പോകും. അപ്പോൾ നമ്മളുടെ ഗ്ലേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം.
ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ചൂടോടുകൂടി തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഗ്ലേസ് ഒഴിച്ചു കൊടുക്കണം. ചൂടാറരുത്, ആ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് എല്ലാം കൂടെ ഒന്ന് മെൽറ്റായി വരും. അപ്പോൾ എല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ജലറ്റിൻ്റെ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പോലെ കിടക്കും. നമുക്ക് ഇതിലോട്ട് കളർ ആഡ് ചെയ്യാം. ഞാനിവിടെ യെല്ലോ കളറാണ് ആഡ് ചെയ്യുന്നത്. യെല്ലോയും കുറച്ച് ഓറഞ്ച് കളറും കൂടെയാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രയാണ് കളർ വേണ്ടത് ആ രീതിയിൽ ആഡ് ചെയ്യാം. ഏത് കളർ വേണമെങ്കിലും ഇതുപോലെ ആഡ് ചെയ്യാം. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഗ്ലേസ് ആദ്യം കുറച്ച് ലൂസാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് തണുക്കുന്തോറും കുറച്ച് കട്ടിയായി വരും. ഞാനൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാണ്. അത് ഒഴിക്കാൻ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഗ്ലാസ്സിലോട്ട് മാറ്റുന്നത്. ഇനി നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് വേണ്ടത് ആ രീതിയിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അടിയിൽ പാത്രം വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് ബാക്കി വരുന്ന ഗ്ലേസ് വീണോളും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായി തണുത്ത കേക്കാണിത്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പുറത്തെടുത്തത്. അതിന് മുകളിൽ പതുക്കെ ഒഴിച്ചു കൊടുക്കണം, ശക്തിയിൽ ഒഴിക്കരുത്. എല്ലായിടത്തും കവറാകുന്ന രീതിയിൽ ഗ്ലേസ് ഒഴിച്ചു കൊടുക്കണം. ആദ്യം സൈഡിൽ ഒഴിച്ച് പിന്നെ സെൻറ്ററിലേക്ക് ആ രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് സമയം ഇതേ രീതിയിൽ വെക്കണം. എല്ലാം ആ സൈഡിലുള്ള ബാക്കിയുള്ളൊക്കെ താഴെ കിട്ടി വരുന്ന രീതിയിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് അതിൻ്റെ ഡെക്കറേഷൻ ചെയ്യാം. ബോർഡർ വരച്ച് കൊടുക്കണം. ഉണ്ടാക്കാൻ പറ്റുന്ന ഗ്ലേസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.